നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചുരുങ്ങി ഒരു 2 ദിവസമെങ്കിലും ഇവനെ ഞങ്ങളുടെ കൈ കിട്ടണം. എങ്കിലേ ഇവൻ ചെയ്ത് എന്തൊക്കെയാണെന്ന് പറയിക്കാൻ പറ്റത്തുള്ളൂ. കസ്റ്റഡിയിൽ തരുന്നതിന് മുൻപ് ജാമ്യം കിട്ടും. ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കും. നടക്കടാ. നീ എന്താ പറഞ്ഞത്? കോടതിയിൽ നിന്റെ പ്രകടനം ഗംഭീരമായിരിക്കും, അതുകൊണ്ട് ജാമ്യം കിട്ടുന്നല്ലേ? എന്നിട്ട് എവിടെയാടി ജാമ്യം? 2 ഉണക്ക വാചകങ്ങൾ എണീറ്റെന്ന് പറഞ്ഞതാണോ നിന്റെ ഗംഭീരവാദം? യെസ് യുവർ ഓണർ, ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നൊന്നും പറഞ്ഞാലൊന്നും ജാമ്യം കിട്ടില്ല എന്റെ മോളെ. അതിനെ തലയില് ആള് താമസം വേണം. ലോവർ കോർട്ടിൽ നിന്ന് തള്ളിയെന്ന് കരുതി അങ്ങനെ നിഗളിക്കണ്ട. ഒന്നും ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ശരത്തിനെ പുറത്തിറക്കിട്ടെ ഞാൻ അടങ്ങും. ഒരു ദിവസം അവനെ പിടിച്ച് ജയിലിലിട്ടെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ സന്തോഷിക്കാനൊന്നും പോകുന്നില്ല. ആരായി ഞങ്ങള്? ഞാനും എന്റെ ഭാവി ഭാര്യ ദേവികയും. ഭാവി ഭാര്യ? സിദ്ധോട്ടന്റെ ഭാവി തന്നെ പോക്ക, പിന്നല്ലേ ഭാര്യ? നിനക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അതാണ് സത്യം. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് സമ്മതിച്ചു തരേണ്ടി വരും. നിത്യമായിട്ടുള്ള കല്യാണം മുടക്കണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ നേടി. ബാക്കിയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ജാമ്യം കിട്ടുവോ കിട്ടാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. എന്നുവെച്ച് തടയാൻ പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ തടയാൻ നോക്കൂട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായ തടസ്സങ്ങൾ മറികടന്നിട്ട് വേണം നിനക്ക് നിന്റെ കക്ഷിയായ ശരത്തിനെ ജാമ്യത്തിലിറക്കാൻ. ഞാൻ ഇറക്കും. അതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. ഞങ്ങളെ ഒരു താഴ് പണിയാൻ കൊടുത്തിരിക്കുക, ആ ശരത്തിനെ എന്നേക്കുമായി പൂട്ടാൻ. ആ താഴിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ശരത്തിനെ നിനക്ക് പുറത്തിറക്കാൻ പറ്റില്ല. ഞാനൊരു താക്കോലും പണിയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പണിയുന്ന താഴ് തുറക്കാൻ. ഏത് താഴിട്ട് പൂട്ടിയാലും എന്റെ കയ്യിലിരിക്കുന്ന താക്കോലിട്ട് തുറന്ന് ശരത്തിനെയും കൊണ്ട് ഞാൻ പോവും. സന്തോഷം. ആയിക്കോട്ടെ.